തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ജനുവരി 1-ന് സംസ്ഥാന സർക്കാർ ആരംഭിച്ചതാണ് കെ സ്മാർട്ട്. 4 മാസം പിന്നിടുമ്പോൾ സ്മാർട്ടായോ സർക്കാരിന്റെ ഈ സ്വപ്ന പദ്ധതി? അതോ കൊട്ടിഘോഷിച്ചു തുടങ്ങി പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന മറ്റു പല പദ്ധതികളും പോലെയാണോ കെ സ്മാർട്ട്? ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് കെ സ്മാർട്ട് ആരംഭിച്ചത്. ജനന, മരണ, വിവാഹ സർട്ടിഫിക്കറ്റുകൾ, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസ്, വസ്തുനികുതി, കെട്ടിട നികുതി ഉൾപ്പെടെയുള്ള 14 മൊഡ്യൂളുകളായിരുന്നു തുടക്കത്തിൽ. ദമ്പതികൾ രണ്ടിടത്താണെങ്കിലും ഓൺലൈൻ വഴി വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറ്റ സ്ഥലത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ അറിയാനുള്ള സംവിധാനം എന്നിവ കൂട്ടത്തിലെ ഏറ്റവും ഹൈലൈറ്റ്. 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരിയായ ട്രാക്കിൽ ഓടുകയാണ് കെ സ്മാർട്ട് എന്ന് തെളിയിക്കുന്നതാണ് പ്രവർത്തനം. ഇതുവരെ കെ സ്മാർട്ട് വഴി ലഭിച്ചത് 9,60,863 പരാതികൾ. അതിൽ 6,33,733 പരാതികൾ തീർപ്പാക്കി. 67,000-ലേറെ ജനന സർട്ടിഫിക്കറ്റുകളും 30,000 മരണ സർട്ടിഫിക്കറ്റുകളും 12,826 വിവാഹ സർട്ടിഫിക്കറ്റുകളും ഇതിനോടകം അനുവദിച്ചു. നികുതി ലൈസൻസ് ഫീ രജിസ്ട്രേഷൻ ഇനത്തിൽ 628 കോടി രൂപ കെ സ്മാർട്ടിലൂടെ ലഭിച്ചു. മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 5,459 വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകി. 65,354 ലൈസൻസുകൾ പുതുക്കി. ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിലും മുൻപത്തേതിനേക്കാൾ വേഗത കെ സ്മാർട്ടിലൂടെ കൈവരിച്ചു. 5,000-ലേറെ പെർമിറ്റുകളാണ് ഇതിനോടകം അനുവദിച്ചത്. മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച കെട്ടിടത്തിന് 10 സെക്കൻഡിനുള്ളിൽ പെർമിറ്റ് കിട്ടുമെന്നതാണ് കെ സ്മാർട്ടിന്റെ പ്രത്യേകത. കെ സ്മാർട്ട് വഴി നമുക്കുള്ള പരാതികൾ നൽകാനുള്ള സംവിധാനവും ജനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. 8,876 പരാതികൾ ലഭിച്ചതിൽ ഇതിനോടകം 1,322 എണ്ണം പരിഹരിച്ചു. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സംവിധാനം എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് വൈകി. 2ാം ഘട്ടത്തിൽ പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉപഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ രേഖകൾക്ക് പുറമെ കെട്ടിടങ്ങളുടെ രേഖകൾ കൂടി 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തും. 93 സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 38 ലക്ഷം കെട്ടിടങ്ങളുടെ രേഖകളാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കെട്ടിടങ്ങളുടെയും ഭൂമിയുടെയും മുൻ ഉടമസ്ഥരുടെ വിവരങ്ങളടക്കം മുഴുവൻ രേഖകളും കെ സ്മാർട്ട് ആപ്പ് വഴി ലഭ്യമാകും.